പാലക്കാട് പനയമ്പാടം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ഇടപെടൽ തേടി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് വി.കെ. ശ്രീകണ്ഠൻ എം.പി. കത്തയച്ചു. അശാസ്ത്രീയ നിർമ്മാണം പരിഹരിച്ച് പുനർനിർമ്മാണം വേണം. മേഖലയിൽ ഇതുവരെ 11 പേർക്ക് ജീവൻ നഷ്ടമായെന്നും എം.പി. കത്തിൽ പറയുന്നു. പി.ആർ. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എം.പി. ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. കാരണം നാഷണൽ അതോറിറ്റിയുടെ ഭാഗമായി വരുന്ന റോഡുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മന്ത്രിയെ അറിയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ജനപ്രതിനിധികളും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് എം.പി. കത്തയച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഒരു കത്തയച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ദുബായ് കുന്നിനും അതുപോലെ തന്നെ ഈ യു.പി. സ്കൂളിനും ഇടയിൽ അപകടം തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ഈ അപകടത്തിന്റെ കണക്കുകൾ നോക്കിയാൽ ഒരു ദിവസം 6 അപകടങ്ങൾ വരെ നടന്ന ദിവസങ്ങളുണ്ട്. ഇതുകൂടാതെ തന്നെ 60ഓളം ആക്സിഡന്റുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടായത്. ഇതുവരെ 11 പേർക്ക് ജീവൻ നഷ്ടമായെന്നും ശ്രീകണ്ഠൻ എം.പി. കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇതിൽ നടപടി വേണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഉയർത്തുന്നു. പക്ഷേ ഈ കത്തിൽ അദ്ദേഹം പ്രധാനമായും മറ്റു ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2022-ലും അതുപോലെ തന്നെ 2021-ലും ഈ വിഷയം പാർലമെന്റിൽ അദ്ദേഹം ഉയർത്തിയതാണ്. അന്ന് ഈ 2021-ൽ ഈ വിഷയത്തിൽ പരിഗണന ഉണ്ടെന്നാണ് നാഷണൽ അതോറിറ്റി ഓഫ് ഹൈവേസ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അത്തരമൊരു നടപടികൾ മുന്നോട്ട് പോയില്ല. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഴ്ച ഉണ്ടായവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെ ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ എം.പി. ആവശ്യപ്പെടുന്നു. എന്തായാലും അശാസ്ത്രീയമായ നിർമ്മാണം പരിഹരിച്ചുകൊണ്ട് പുനർനിർമ്മാണം ഉടൻ തന്നെ വേണമെന്നാണ് ഇപ്പോൾ എം.പി. ആവശ്യപ്പെട്ടിരിക്കുന്നത്.